റെഡ് റെയിൻ, ഭൂതകാലം, പ്രമേയം, ഡി സീറോ എന്നിവയ്ക്ക് ശേഷം പ്രേക്ഷകരെ ഭയപ്പെടുത്താൻ വീണ്ടും സംവിധായകൻ രാഹുൽ സദാശിവൻ എത്തുന്നു. ഒടിയൻ എന്ന ചിത്രവുമായാണ് എത്തുന്നത്. പൃഥ്വിരാജും മഞ്ജു വാര്യരുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ചിത്രത്തിന്റെ പേര് ഒടിയൻ എന്നാണ് അനൗൺസ്മെന്റ് ചെയ്തതിനു ശേഷം മലയാള സിനിമയിലെ മുൻ ഒടിയന്മാരെക്കുറിച്ചുള്ള ചർച്ചകളും ചൂടുപിടിക്കുകയാണ്. മലയാളത്തിലെ ആദ്യ ഒടിയൻ എത്തുന്നത് മോഹൻലാൽ നായകനായി എത്തിയ 2018 ഒടിയനാണ്. മാണിക്യൻ ഒടിയൻ എന്നായിരുന്നു ചിത്രത്തിന്റെ നായകൻ കഥാപാത്രത്തിന്റെ പേര്. വി. ശ്രീകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലിന്റെ വെറൈറ്റി ലുക്ക് ഒരുപാട് ട്രോളുകൾ കാരണമായിരുന്നു. വൻ ഹൈപ്പിലെത്തിയ ചിത്രം തിയേറ്ററിൽ വമ്പൻ പരാജയമായി ആയിരുന്നു. സംവിധായകൻ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. ചിത്രം ഇഷ്ടമായില്ലെന്ന തരത്തിൽ പ്രേക്ഷകരിൽ നിന്ന് അഭിപ്രായം ഉയർന്നിരുന്നു. മലയാള സിനിമയിലെ മറ്റൊരു ഒടിയനായി എത്തിയത് ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ ഡൊമിനിക് അരുൺജ ആയിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ. ചിത്രം വൻ ഹിറ്റായിരുന്നു. ചിത്രത്തിൽ ദുൽഖർ അവതരിപ്പിച്ച ചാർലി എന്ന കഥാപാത്രം ഒടിയനെ ആസ്പദമാക്കിയായിരുന്നു സംവിധായകൻ സൃഷ്ടിച്ചത്. സിനിമയിൽ കുറച്ച് നേരമേ ആ ക്യാരക്ടറെ കാണാൻ സാധിച്ചുവെങ്കിലും വൻ സ്വീകാര്യതയാണ് കഥാപാത്രത്തിന് ലഭിച്ചത്. ലോകയുടെ അടുത്ത ചാപ്റ്റർ ഒടിയനുണ്ടാകും. ഇപ്പോഴത്തെ രാഹുൽ സദാശിവൻ ചിത്രത്തിൽ ഒടിയൻ എങ്ങനെയായിരിക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. പൃഥ്വിരാജാണോ മഞ്ജു വാര്യരാണോ ചിത്രത്തിൽ ഒടിയനായി എത്തുകയെന്ന രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിരിക്കുന്നത്. കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷനും പൃഥ്വിരാജ് പ്രൊഡക്ഷനും സംയുക്തമായാണ് ചിത്രം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമിയുടെ പ്രതീക്ഷ ഒരുപടി മുകളിലാണ്.